അപ്പോൾ കാലാവസ്ഥയെ പറ്റിയിട്ടാണ്, കേരളത്തിലെ കാലാവസ്ഥയെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം അല്ലേ. മൺസൂണിൻ്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? നമ്മുടെ കേരളമാണ്. മൺസൂൺ എന്ന വാക്ക് ഉത്ഭവിച്ച ഭാഷ ഏതാ? മൺസൂൺ എന്ന വാക്ക് ഉത്ഭവിച്ചത് അറബി ഭാഷയിൽ നിന്നാണ്. മൺസൂൺ എന്ന വാക്ക് ഉത്ഭവിച്ച ഭാഷ അറബി. കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല എന്ത് പറയുന്നു? ഉഷ്ണമേഖല എന്നാണ് പറയുന്നത്. കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല ഏതാണ്? ഉഷ്ണമേഖല. ഉഷ്ണമേഖല കാലാവസ്ഥയാണ്. നമുക്കറിയാം ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ഇന്ത്യ സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം എന്ന് പറയുന്നത് അല്ലേ. ഇനി ഈ മൺസൂൺ കാറ്റിൻ്റെ ഗതിയും വേഗതയും കണ്ടെത്തിയത് ആരാണ്? ഹിപ്പാലസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹിപ്പാലസ്. മൺസൂൺ കാറ്റിൻ്റെ ഗതിയും വേഗതയും കണ്ടെത്തിയത് ആരാണ്? ഹിപ്പാലസ് ആണ്. ഹിപ്പാലസ് AD 45 ഹിപ്പാലസ് കേരളത്തിലെത്തിയത് കേട്ടോ. AD 45 ഒന്ന് ഓർത്തു വയ്ക്കാം. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ്? ജൂലൈ ആണ്. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ജൂലൈയും കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ഏതാണത്? ജനുവരിയാണ്. ഏറ്റവും കൂടുതൽ ജൂലൈ, കുറവ് ഏതിനാണ്? ജനുവരി. ഓക്കെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ, കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ജനുവരി. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ചോദിച്ചാൽ നേര്യമംഗലം, എറണാകുളം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? എറണാകുളം ജില്ലയിലെ നേര്യമംഗലം. അങ്ങനെയാണ് കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാ? ഇടുക്കിയിലെ ചിന്നാർ. ചിന്നാർ ഇടുക്കി. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേര്യമംഗലം, എറണാകുളം. ഏറ്റവും കൂടുതൽ കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാർ. അങ്ങനെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോടും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരവുമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട്, ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം. ഇനി കേരളത്തിൻ്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടി, വയനാട് അല്ലേ. കേരളത്തിൻ്റെ ചിറാപുഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടി, വയനാട്. കേരളത്തിലെ ശരാശരി വാർഷിക മഴ 300 സെൻറ്റിമീറ്റർ ആണ്. എത്രയാണ്? കേരളത്തിൻ്റെ ശരാശരി വാർഷിക മഴ എന്ന് പറയുന്നത് 300 സെൻറ്റിമീറ്റർ ആണ്. അടുത്തത് കേരളത്തിലെ ആദ്യത്തെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം, അതായത് സൈക്ലോൺ വാർണിംഗ് സെൻറ്റർ എന്ന് പറയും അല്ലേ. ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ്. ഇമ്പോർട്ടൻ്റ് ആണ്. കേരളത്തിൽ ആദ്യത്തെ ചുഴലിക്കാറ്റ് മുന്നറിയിപ്പ് കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരം. ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ചുരം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഏതാണ്? പാലക്കാട് ചുരമാണ്. ഏതാണ്? പാലക്കാട് ചുരം. ദക്ഷിണേന്ത്യയിലെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ചുരമാണ് പാലക്കാട് ചുരം. അപ്പോൾ ഇതൊക്കെ കാലാവസ്ഥയായി റിലേറ്റ് ചെയ്ത്, കേരളത്തിൻ്റെ കാലാവസ്ഥയായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ പഠിച്ചു വയ്ക്കാം. ഇനി നമ്മൾ കേരളത്തിൽ പ്രധാനമായും എങ്ങനെയാണ് 4 തരത്തിലാണ് കാലാവസ്ഥ അനുഭവപ്പെടുന്നത് അല്ലേ. നമ്മൾ SCERT പഠിച്ച കാര്യമാണ്. അത് നമുക്കിനിയും പഠിക്കാം. ഏതൊക്കെയാണ് ആ 4 കാലാവസ്ഥയിൽ വരുന്നത്? ശൈത്യകാലം അല്ലേ. ശൈത്യകാലം, ശൈത്യകാലം. പിന്നെ ഏതാണ്? വേനൽക്കാലം. ശൈത്യകാലം, വേനൽക്കാലം. തെക്ക് പടിഞ്ഞാറൻ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. പിന്നെയോ വടക്ക് കിഴക്കൻ മൺസൂൺ അല്ലേ. തെക്ക് പടിഞ്ഞാറൻ മൺസൂണും വടക്ക് കിഴക്കൻ മൺസൂൺ. ഇങ്ങനെ 4 തരം കാലാവസ്ഥയാണ് കേരളത്തിൽ പ്രധാനമായിട്ട് അനുഭവപ്പെടുന്നത്. ഇതിൽ ശൈത്യകാലം എന്ന് പറയുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന രീതിയിൽ ഇവിടെ ഒന്ന് പറഞ്ഞു പോകുന്നതാണ്. ആദ്യത്തെ ശൈത്യകാലം എന്ന് പറയുന്നത് ഡിസംബർ ടു ഫെബ്രുവരി, അല്ലെങ്കിൽ നമുക്ക് നവംബർ മാസം അവസാനം മുതൽ എന്ന് പറയാം. അങ്ങനെ ഫെബ്രുവരി വരെ, അതാണ് ശൈത്യകാലം. പിന്നെ വേനൽക്കാലം എപ്പോഴാണ്? മാർച്ച് ടു മെയ് അല്ലേ. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം എപ്പോഴാണ്? ജൂൺ സെപ്റ്റംബർ. വടക്ക് കിഴക്കൻ ഒക്ടോബർ നവംബർ. ഇതിങ്ങനെ തന്നെ പഠിക്കണേ. ഇനി ഓരോന്ന് നമുക്ക് നോക്കാം. ആദ്യം ശൈത്യകാലത്തിൽ തന്നെ തുടങ്ങാം അല്ലേ. ശൈത്യകാലം, ശൈത്യകാലം എന്ന് പറയുന്നത് എപ്പോഴാണെന്നാണ് പറഞ്ഞത്? ഡിസംബർ ഫെബ്രുവരി, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ അവസാനത്തോടു കൂടി കേരളത്തിൽ ആരംഭിക്കുന്നു. വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയുമ്പോൾ അത് ഏത് കാലത്താണ്? അത് ഒക്ടോബർ നവംബർ. വടക്ക് കിഴക്കൻ മൺസൂൺ എന്ന് പറയുന്ന ഒക്ടോബർ നവംബർ കാലം. അപ്പോൾ അതിൻ്റെ അവസാനത്തോടുകൂടി എന്ന് പറയുമ്പോൾ നവംബറിൻ്റെ അവസാനത്തോടു കൂടി കേരളത്തിൽ ആരംഭിക്കുന്നതാണിത് ശൈത്യകാലം. നവംബർ മാസം അവസാനം മുതൽ ഫെബ്രുവരി പകുതി വരെയാണ് ശൈത്യകാലം. നേരിയ ചാറ്റൽ മഴയും ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷവുമാണ് ഉള്ളത് അല്ലേ. നേരിയ ചാറ്റൽ മഴയും ഈർപ്പം നിറഞ്ഞ അന്തരീക്ഷവുമാണ് ശൈത്യകാലത്ത് അനുഭവപ്പെടുന്നത്.
അടുത്തത് വേനൽക്കാലം. വേനൽക്കാലം സമ്മർ സീസൺ അല്ലേ. ശൈത്യകാലം എന്ന് പറയുന്ന വിൻ്റർ ആണ് ഇപ്പോൾ ഉള്ളത്. വേനൽക്കാലം സമ്മർ സീസൺ ആണ്. അതോ മാർച്ച് മുതൽ മെയ് വരെ, മാർച്ച് മാസം മുതൽ മെയ് മാസം വരെയാണ് വേനൽക്കാലം എന്ന് പറയുന്നത്. അവിടെ അന്തരീക്ഷ താപനില എങ്ങനെയായിരിക്കും? ഏറ്റവും കൂടുതലുള്ള കാലയളവാണ് അല്ലേ. അന്തരീക്ഷ താപനില ഏറ്റവും കൂടുതലുള്ള കാലയളവാണ് ഇത് വേനൽക്കാലം എന്ന് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ പാലക്കാടും, ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം ഏതാണെന്ന് ചോദിച്ചാൽ കൊല്ലം, പുനലൂരാണ്. ഇപ്പോൾ വേനൽക്കാലത്തിൽ നമ്മൾ പഠിച്ചത് എന്താണ്? മാർച്ച് മുതൽ മെയ് വരെ. പിന്നെ ഏറ്റവും കൂടുതലായിട്ട് അന്തരീക്ഷ താപനില ഏറ്റവും കൂടുതലായിരിക്കുന്ന കാലയളവും ആണ്. അടുത്തത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ നമ്മൾ എന്തൊക്കെ വിളിക്കുന്നു? കാലവർഷം, ഇടവപ്പാതി. കാലവർഷം, ഇടവപ്പാതി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന കാലാവസ്ഥ ഏതാണ്? തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലാവസ്ഥയാണ്. കാലവർഷം, ഇടവപ്പാതി തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്നു. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ അല്ലെ, ജൂലൈയിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് കേരളത്തിൽ. അപ്പം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ് നമുക്ക് മഴ കൂടുതൽ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഏതിലാണ്? ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനാണ് കേട്ടോ, അല്ലെങ്കിൽ ഇടവപ്പാതിയിലാണ്, അല്ലെങ്കിൽ കാലവർഷത്തിലാണ്. ഇപ്പോൾ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ്. പിന്നെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നു ഹിപ്പാലസ് കാറ്റ് എന്നറിയപ്പെടുന്നു. ഹിപ്പാലസ് കാറ്റ് എന്നറിയപ്പെടുന്നത് ഈ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ് കേട്ടോ. അതായത് ഈ ചെങ്കടലിൽ കൂടി കേരളത്തിലേക്ക് എളുപ്പമാർഗം കണ്ടെത്തിയ നാവികനാണ്, ഗ്രീക്ക് നാവികനാണ് ആര്? ഹിപ്പാലസ്. അതുകൊണ്ട് ഹിപ്പാലസ് കാറ്റ് എന്നറിയപ്പെടുന്നത് ഈ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ് കേട്ടോ, തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. അടുത്ത നാലാമത്തേതാണ് വടക്ക് കിഴക്കൻ മൺസൂൺ, നോർത്ത് ഈസ്റ്റ് മൺസൂൺ അല്ലെ. വടക്ക് കിഴക്കൻ മൺസൂൺ എന്തറിയപ്പെടുന്നു? തുലാവർഷം എന്നറിയപ്പെടുന്നു. അപ്പോൾ കാലവർഷവും ഇടവപ്പാതിയും തുലാവർഷവും തമ്മിൽ മാറിപ്പോരുത് കേട്ടോ. തുലാവർഷം വടക്ക് കിഴക്കൻ മൺസൂൺ ആണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണെയാണ് നമ്മൾ കാലവർഷം പിന്നെ ഇടവപ്പാതി എന്ന് വിളിക്കുന്നത്. വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ സമയം ഒക്ടോബർ മുതൽ നവംബർ വരെ അല്ലേ. വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഒക്ടോബർ മുതൽ നവംബർ ആണ്. ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയാണ് ഈ തുലാവർഷത്തിൻ്റെ അല്ലെങ്കിൽ വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് കേരളത്തിൽ പ്രധാനമായിട്ടും ഉള്ള കാലാവസ്ഥ. 4 കാലാവസ്ഥയുള്ളൂ. നമ്മളിത് SCERT ഓൾറെഡി പഠിച്ചത് തന്നെയാണ്. പക്ഷേ ഇത് കുഞ്ഞു ടോപ്പിക്കാണെങ്കിൽ, ചെറിയൊരു ടോപ്പിക്കാണെങ്കിൽ കൂടി നമുക്ക് ഇതിൽ നിന്ന് മാർക്ക് പെട്ടെന്ന് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ടോപ്പിക്കുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതോടൊപ്പം തന്നെ SCERT 5ാം ക്ലാസ്സിലെ SCERT MCQ സെക്ഷനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ 6 ചാപ്റ്റേഴ്സ് വരെ നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഇതിപ്പോൾ പാർട്ട് 1 SCERT 5ാം ക്ലാസ്സിലെ പാർട്ട് 1 സോഷ്യൽ സയൻസാണ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഇനി പാർട്ട് 2 ഉണ്ട്. സെയിം തന്നെ നമുക്ക് ബാക്കി സയൻസും സോഷ്യലും സയൻസുമാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത്. SCERT കൂടുതലും വരുന്നത്. പിന്നെ വലിയ ക്ലാസ്സിലേക്കൊക്കെ വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. എല്ലാവരും നന്നായി പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്